രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ കുതന്ത്രങ്ങളും മറ്റും നനഞ്ഞ് ആത്മീയ വിഷയങ്ങളെ തന്ത്രപൂർവം അവതരിപ്പിക്കുന്ന ചില പണ്ഡിതരും മെത്രാന്മാരും പോലുമുണ്ട് കത്തോലിക്ക സഭയിൽ. എറണാകുളത്തെ അച്ഛന്മാരനുസരിക്കുന്നില്ല എന്നത് വലിയ പ്രശ്നമായി പലരും കാണാറുണ്ട്. പ്രത്യക്ഷത്തിലുള്ള ധിക്കാരവും അനുസരണക്കേടും മാത്രമല്ല, പരോക്ഷമായ അനുസരണക്കേടും ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. അതിൽ പാമ്പ്ളാനി പിതാവിൻ്റെ തന്നെ ചില പുസ്തകങ്ങളെ നോക്കുന്ന പരാമർശം അതിനോസ് മാസികയിൽ പിതാവ് നെസ്റ്റോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പറയുകയാണ്, നെസ്റ്റോറിയൻ പാഷാണ്ഡത എന്നത് ഈ വിശുദ്ധൻ്റെ പാഷാണ്ഡതയല്ല, ഈ വിശുദ്ധനെ തെറ്റ് പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രൂപതയിൽ ആരോ ഉണ്ടാക്കിയ പാഷാണ്ഡത ആ രൂപതയിൽ നിന്ന് പുറപ്പെട്ടതായതുകൊണ്ട് പിന്നീട് നെസ്റ്റോറിയൻ പാഷാണ്ഡത എന്നറിയപ്പെട്ടതാണ്. ഇവിടെ നെസ്റ്റോറിയൻ ജ്ഞാനോഹരം നമുക്ക് അവതരിപ്പിച്ചു. ഇപ്പോൾ അത് നിർത്തിയിട്ടുണ്ട്, എങ്കിലും 5-8 കൊല്ലം കൊണ്ടായിരുന്നു പലയിടത്തും. നെസ്റ്റോറിയ അനാഫറ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മെ നെസ്റ്റോറിയസ് ആരാണ്? നെസ്റ്റോറിയസ് സഭ ശപിച്ചു തള്ളിയ ഒരാളാണ്. സഭയുടെ മെത്രാനായിരുന്നു, ശപിച്ചു തള്ളി. പിന്നീട് അയാളുടെ പ്രബോധനം കൊണ്ട് നടന്നു. മാതാവിനെക്കുറിച്ച് തെറ്റായ പ്രബോധനം, യേശുവിനെ കുറിച്ച് തെറ്റായ പ്രബോധനം, ഇങ്ങനെ പല ഭാഷാന്തത പഠിപ്പിച്ച് നടന്നതാണ്. ആ നെസ്റ്റോറിയസിനെ സഭ ശപിച്ചു തള്ളിയതാണ്. വീണ്ടും അദ്ദേഹം അനുയായികളെ സംഘടിപ്പിച്ച് സഭയ്ക്കെതിരെ പ്രവർത്തിച്ച് സംഘം ഉണ്ടാക്കി, സഭയുണ്ടാക്കി. അതാണ് നെസ്റ്റോറിയൻ സഭ. ബാഗ്ദാദിൽ ആസ്ഥാനമായുള്ള നെസ്റ്റോറിയൻ സഭയിൽ നിന്നുമുള്ള മെത്രാന്മാരായിരുന്നു പണ്ട് കേരളത്തിലെ സുറിയാനി സഭയെ ഭരിച്ചിരുന്നത്. അങ്ങനെയായിരിക്കെ ആ സുറിയാനി സഭ പിന്നീട് ഡയംബർ സിനഡ് വഴി ഉദയംപുര സൂനദോസോടുകൂടി ആ ബന്ധം ഉപേക്ഷിച്ച് മാർപ്പാപ്പയുടെ ഐക്യപ്പെടുകയാണ് ചെയ്തത്. അതുവരെ കത്തോലിക്ക സഭയിലായിരുന്നില്ല ഈ സഭ, നമ്മുടെ സഭ. അപ്പോൾ അന്ന് ഈ ഡയംബർ സിനഡിൽ പറഞ്ഞ ചെറിയ രേഖകൾ വെച്ചാൽ നമുക്കറിയാം, ബാഗ്ദാദ്, അതായത് വധുകാശി എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ബാഗ്ദാദിൽ നിന്നുള്ള മെത്രാന്മാരെ അനുസരിക്കരുത്, ആരെ ഉപേക്ഷിക്കുക. ബാഗ്ദാദിലെ പാത്രിയാർക്കീസിനെ കുർബാന അനുസ്മരിക്കുന്നത് നിർത്തുക. കുർബാനയിലെ മാർപ്പാപ്പയെ അനുസരിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശമുണ്ട്. അവർ അന്ന് പഠിപ്പിച്ചതനുസരിച്ച് നമ്മന്നവരെയും ചെല്ലിയാൽ പരിശുദ്ധമറിയം ചെല്ലരുത് എന്ന പ്രബോധനത്തെ എതിർത്തു. നമ്മന്നവരെയും ചെല്ലണം, പരിശുദ്ധമറിയം ചെല്ലണം എന്നുൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഡയംബർ സിനഡിലെ രേഖകളിൽ ഇപ്പോൾ എല്ലാവർക്കും വായിക്കുക. അത് സഭാപരമായ കാര്യം മാത്രമല്ല, ചരിത്രം പഠിക്കുന്നവർ ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ന് മുതലാണ് കത്തോലിക്ക സഭയിൽ നമ്മുടെ ഈ സഭ ആയത്. ഈ നെസ്റ്റോറിയൻ സഭയുടെ ആധിപത്യത്തിൽ കുറേ കാലഘട്ടമായിരുന്നതിൻ്റെ ബാധ വിട്ടുമാറിയിട്ടില്ല എന്ന് ചിന്തിക്കാവുന്നതാണ് നെസ്റ്റോറിയൻ അനാഫറ വന്നത്. കുർബാനയുടെ കാതലായ ഭാഗം അനാഫറയാണല്ലോ. കാഴ്ചവെപ്പിന് ശേഷം വിശുദ്ധാന സ്വീകരണം വരെയുള്ള ഭാഗം അനാഫറയാണ്. അത് സഭ ശപിച്ചു തള്ളി ഒരാളുടെ ആരാധന ക്രമമാക്കി മാറ്റിയെങ്കിൽ തെറ്റായിരുന്നു. ഇതുമാട്ടെ അതിനെ ന്യായീകരിക്കാൻ പിതാവ് ഒരു പുസ്തകം എഴുതി, ലേഖനം എഴുതി. 2021 അതിനോസ് മാസികയിൽ പിതാവ് നെസ്റ്റോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പറയുകയാണ്, നെസ്റ്റോറിയൻ പാഷാണ്ഡത എന്നത് ഈ വിശുദ്ധൻ്റെ പാഷാണ്ഡതയല്ല, ഈ വിശുദ്ധനെ തെറ്റ് പഠിപ്പിച്ചിട്ടില്ല. സഭാപിതാവായ വിശുദ്ധ നെസ്റ്റോറിയസ് നമുക്ക് മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ രൂപതയിൽ ആരോ ഉണ്ടാക്കിയ പാഷാണ്ഡത ആ രൂപതയിൽ നിന്ന് പുറപ്പെട്ടതായതുകൊണ്ട് പിന്നീട് നെസ്റ്റോറിയൻ പാഷാണ്ഡത എന്നറിയപ്പെട്ടതാണ്. ഈ വിശുദ്ധൻ നമുക്ക് ഏറ്റവും സ്വീകാര്യനും പണ്ഡിതനും ഏറ്റവും ആവശ്യവുമാണ്, മധ്യസ്ഥനുമാണ്, സഭാപിതാവാണ് എന്ന് എഴുതി. ലത്തീൻ സഭ, ആഗോള സഭ ശപിച്ചു തള്ളിയ വ്യക്തിയെ സഭാപിതാവ് എന്നതിലെ ബഹുമാനിച്ച് ഇവിടെ പരിചയപ്പെടുത്തുന്നത് തെറ്റോ ശരി? അത് അറിവില്ലാതെ പറയുന്നതാണോ ഈ പിതാവ്? ഈ പിതാവ് അറിവില്ലാതെ പറയുന്നില്ല. നിരവധി സെമിനാറുകളിൽ പഠിപ്പിക്കുന്ന പിതാവ് അറിവില്ലാതെ പറയില്ല. ഇനി ഇത് യഥാർത്ഥത്തിൽ അറിവെന്താണ്? ഈ പറയുന്നതാണോ ശരി, തെറ്റ്? പിതാവ് വചനപുസ്തകത്തിൽ എഴുതിയതാണോ ശരി, ഞാൻ പറയുന്നതാണോ ശരി? തെളിയിക്കാനുണ്ട്. വടവാതൂർ സെമിനാരിയിൽ നിന്നും ഇറങ്ങുന്ന പാട്രോളജി എന്ന പുസ്തകത്തിൽ വാല്യം 2 പറയുന്നു. അതായത് സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള പഠന ഭാഗമാണ് സെമിനാരിക്കാരുടെ, അതാണ് പാട്രോളജി. ഈ പാട്രോളജിയിൽ 2-ാം വാല്യത്തിൽ ജി ചേടിയത്തച്ഛൻ എഴുതുന്നു. സഭാചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം എഴുതുന്നതാണ്, വിശദമായി എഴുതുന്നതാണ് നെസ്റ്റോറിയസിനെ ന്യായീകരിച്ചുകൊണ്ട്. റോമൻ സഭ നെസ്റ്റോറിയസിനെ വേട്ടയാടിയെന്നും അദ്ദേഹത്തെ സ്ഥാനപക്ഷനാക്കി നാട് കടത്തിയ ശേഷവും വെറുതെ വിട്ടില്ലെന്നും അദ്ദേഹത്തെ അനുയായികളെ വേട്ടയാടിയെന്നും എന്നിട്ടും അയാൾ പിടിച്ചു നിന്ന് സഭയോട് പോരാടിയെന്നും അങ്ങനെ പല പ്രദേശത്തും രഹസ്യത്തിലെത്തി അയാൾ സഭയ്ക്കെതിരെ വിശ്വാസികളെ സംഘടിപ്പിച്ച് സഭ ഉണ്ടാക്കിയെന്നും അദ്ദേഹത്തിൻ്റെ പഠനത്തെ തെറ്റാണെന്ന് റോമൻ സഭ വീണ്ടും വീണ്ടും പഠിപ്പിച്ച് വേട്ടയാടിക്കൊണ്ടിരുന്നെന്നും അദ്ദേഹം അനുയായികളെ കൊണ്ട് വരെ സഭയുണ്ടാക്കിയെന്നും ഒക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. കൃത്യമായി അതിൻ്റെ പേജുകൾ കോപ്പി എടുത്ത് ഞാൻ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയും ആ വടവാതൂരിലെ
ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് വായിക്കാവുന്നതാണ്. ഈ ചരിത്രം അറിയാതെയാണോ സെമിനാരികളിൽ നിരവധി സെമിനാരികളിൽ പഠിപ്പിക്കാറുള്ള പാമ്പന്യ പിതാവ്? അത് അങ്ങനെയല്ല. ഈ നെസ്തോറിയസിൻ്റെ രൂപതയിൽ ആരോ ഉണ്ടാക്കിയത് കൊണ്ട് ആ നെസ്തോറിയൻ എന്ന് അറിയപ്പെടുന്നതാണെന്ന് എഴുതിയത്. തന്ത്രപൂർവ്വം രാഷ്ട്രീയക്കാരെ പോലെ തന്ത്രപൂർവ്വം കുതന്ത്രങ്ങൾ മെനയുന്ന തരത്തിൽ ഏത് കാര്യവും ആടിനെ പറ്റിയാക്കുന്ന പോലെ എഴുതിയ വിഷയം പറയുന്നത്. തലശ്ശേരി രൂപതയിലെ ചെമ്മന്തൊട്ടി പള്ളിയിൽ 5-8 കൊല്ലം മുമ്പ് പള്ളി പുതുക്കി പണിതപ്പെടും. അതിനോടനുബന്ധിച്ച് ഒരു സുവനീർ പ്രസിദ്ധീകരിച്ചു. ആ സുവനീറിൽ പാമ്പ്ലാനി അച്ഛൻ എഴുതിയൊരു ലേഖനമുണ്ട്, അത്രയാണ് അതിന് മുമ്പ് എഴുതിയത്. ആ ലേഖനത്തിൽ പറയുന്നത് പ്രത്യക്ഷത്തിൽ എന്ന് തോന്നിയല്ല, ശ്രദ്ധാപൂർവം വായിച്ചാൽ ഏത് വിശ്വാസിക്ക് മനസ്സിലാവും മാർപ്പാപ്പയോടുള്ള അങ്ങേയറ്റത്തെ ധിക്കാരം അതിനകത്തുണ്ട് എന്ന്. തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം നിൽക്കുന്നതാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഒരു നല്ല മെത്രാനോ നല്ല പുരോഹിതനായി കാണാൻ എനിക്ക് പറ്റില്ല. വ്യക്തിപരമായ ഒരു വെറുപ്പും ദേഷ്യവും എനിക്കില്ല. വളരെ നല്ലൊരു മനുഷ്യനാണ്, നല്ല തീക്ഷ്ണതയും വളരെ ഭക്തിയുമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ആ ലേഖനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിലെ വിശുദ്ധരായി വണങ്ങുന്ന അനേകരെ നിങ്ങൾക്കറിയാമല്ലോ. എത്രയോ ആയിരക്കണക്കിന് വിശുദ്ധരാണുള്ളത്. നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നവരെ വിശുദ്ധരെ നാമകരണം ചെയ്യാൻ ആരംഭിച്ചത് 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. 12-ാം നൂറ്റാണ്ട് വരെ ആരെയും വിശുദ്ധരെ നാമകരണം ചെയ്യുന്ന നടപടികൾ ഉണ്ടായിട്ടില്ല സഭയിൽ. അപ്പോൾ അതാത് പ്രദേശത്ത് പലരും പല ഉയർന്ന പ്രാർത്ഥനാ തീക്ഷ്ണതയുള്ളവരെയോ രക്തസാക്ഷികളെയോ സഭയിൽ നേതൃത്വം കൊടുത്ത പലരെയും ഒക്കെ വിശുദ്ധരായി വണങ്ങുന്നു. അവർ ആ സമകാലികർ വിശുദ്ധരായി കണ്ടാൽ പിന്തുടർന്ന് വരുന്ന പലരും വിശുദ്ധരായി കാണുന്നു എന്നതുകൊണ്ട് പൊതുവെ പറയുന്നതാണ് വിശുദ്ധനെന്ന്. അതെല്ലാം തെറ്റെന്ന് പറഞ്ഞുകൂടാ. ഒത്തിരിയേറെ നന്മയുണ്ട്. അപ്പസ്തോലന്മാർ ഉൾപ്പെടെ നിരവധി പേര് ശരിയായ നല്ല വിശുദ്ധരെ നമുക്കറിയാം. എന്നാൽ ഇതിനിടയിൽ വലിയ തട്ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്. വിശ്വാസികൾ പലരും ഈ വിശ്വാസത്തെ പ്രതി പീഡനം സഹിക്കേണ്ടി വരുമ്പോൾ നാട് വിട്ടു പോകുന്നു, സ്വത്തുക്കൾ ഉപേക്ഷിച്ച് പോകുന്നതും മറ്റുള്ളവർ അധികാരികളും മറ്റു നാട്ടുകാരും ഒക്കെ ഇവരുടെ സ്വത്തുക്കൾ ആക്രമിച്ച് തട്ടിയെടുക്കുന്നതും കൊന്നുകളയുന്ന ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളുണ്ടായപ്പോൾ രക്തസാക്ഷിത്വം മരിക്കുക, വീരോചിതമായി മരിക്കുക എന്നത് ഇവർ ലക്ഷ്യമാക്കി കൊണ്ടുവരാൻ തക്ക വിധം നല്ല കഥകളൊക്കെ എഴുതിവിടാൻ ബിരുദന്മാരുണ്ടായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ അന്ന് അപ്പസ്തോലന്മാരും മറ്റു പലരും മരിച്ചതിനെയൊക്കെ വിശദമായി എഴുതി പ്രേരിപ്പിക്കുന്നത് വിശ്വാസനിലൊക്കെ പ്രേരിപ്പിക്കുന്ന നല്ല കാര്യമാണ്. എന്നാൽ അതിൻ്റെ മറവിൽ ഈ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതിയും എല്ലാം ഉപേക്ഷിച്ച് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി ആയതുകൊണ്ട് എത്ര വില കൊടുത്തും ഈ കയ്യെഴുത്ത് പ്രതികൾ വാങ്ങും. തൊകിൽ ചുരുളുകളോ അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഇതേപോലെ ഈസി ആയിട്ട് പബ്ലിഷിംഗ് ഇല്ലല്ലോ ഒന്നും. അപ്പോൾ നല്ലൊരു തുക എഴുത്തുകാരന് കിട്ടും. അതുകൊണ്ട് അവർ സങ്കല്പിച്ചു, വളരെയേറെ പെരുപ്പിച്ചും സങ്കല്പിച്ചും ഇല്ലാത്തത് എഴുതിയൊക്കെ വിട്ട കേസുകളുണ്ട്. ഇതൊക്കെ പിന്നീട് സഭ കണ്ടെത്തി. ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ, മറ്റു പലരും പരാമർശ പുസ്തകങ്ങളിൽ പരാമർശിച്ച കാര്യങ്ങൾ ഇതൊക്കെ വിലയിരുത്തിയിട്ട് പഴയ സഭാപിതാക്കന്മാർ പരാമർശിച്ച കാര്യങ്ങൾ ഇതൊക്കെ വിലയിരുത്തിയിട്ടൊക്കെ ഏകദേശം ചരിത്രപരതയൊക്കെ ഒന്ന് പരിശോധിച്ചു. അതിനുശേഷം ഈ സഭ ഔദ്യോഗികമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു, ഇന്ന വ്യക്തികളുടെ വണക്കം നിർത്തണം. അങ്ങനെ വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല, സഭ അവരെ വിശുദ്ധരായി പരിഗണിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടുമില്ല. കെട്ടുകഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നതാണ് എന്നതൊക്കെ അതുകൊണ്ട് അത് നിർത്തണമെന്ന് പറഞ്ഞു. ഗലാസിയസ് മാർപ്പാപ്പ 4-ാം നൂറ്റാണ്ടിൽ പരസ്യമായിട്ട് പ്രഖ്യാപനം ചെയ്തു ചില വിശുദ്ധരുടെ കാര്യത്തിൽ. വിശുദ്ധരല്ല, അത് കെട്ടുകഥയാണ്, യാതൊരു ബന്ധവും ചരിത്രമായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. അതിനെ വിശുദ്ധരുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇന്ന വിശുദ്ധനെ കുറിച്ച് പറയുന്നിടത്ത് ആ വിശുദ്ധൻ്റെ മരണശേഷം 8-10 നൂറ്റാണ്ട് കഴിഞ്ഞ് വേറെ ഏതോ ഭൂലോകത്ത് വേറെ ഏതോ പ്രദേശത്ത് രൂപപ്പെട്ട ഒരു കഥയാണ് ഇന്നത് എന്നൊക്കെ. പിന്നെ പിന്നെ അത് അച്ഛന്മാർ പള്ളി പ്രസംഗിക്കുന്നു. ഇത് ഓരോ പ്രസംഗത്തിനും ഓരോ പെരുന്നാളിനും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. വിശ്വാസികളെല്ലാം കണ്ടിട്ട് വിശ്വസിക്കും. ഇത് മാർപ്പാപ്പ അന്ന് നിരോധിച്ച ചില വിശുദ്ധരെ വീണ്ടും ചില കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വണങ്ങി തുടങ്ങി. അപ്പോൾ 966 വളരെ മാർപ്പാപ്പ വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തി, ഇന്ന വ്യക്തികളെ വിശുദ്ധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. അത് ഒരിക്കലും സഭ വിശുദ്ധ പട്ടികപ്പെടുത്തിയിട്ടില്ല. മുൻപ് മാർപ്പാപ്പമാർ പലരും അത് നിരോധിച്ചിട്ടുള്ളതാണ്. വീണ്ടും അത് കണക്കാൻ തലപൊക്കിയത് കൊണ്ട് മാർപ്പാപ്പ അത് വിലക്കി, കർശനമായിട്ട് വിലക്കി. അത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പിതാവ് അന്ന് ഇടയലേഖനമായി പ്രത്യേകം എഴുതിയ കുറിപ്പ് കേട്ടവരുണ്ട്. അത് വായിക്കുകയും പള്ളി വായിക്കുകയും അതോടുകൂടി ആ നൊവേന നിർത്തുകയും ഇന്നത്തെ കൂടി അത് നിർത്തുകയാണെന്നും ഇനി ഈ രൂപങ്ങൾ പള്ളി
ഉണ്ടാവുകയില്ല, മാറ്റുകയാണെന്നും വിശ്വാസികൾ വീട്ടിൽ നിന്ന് ചിത്രം രൂപക മാറ്റണമെന്നൊക്കെ അച്ഛന്മാർ പറഞ്ഞത്. പാത്തമ്പാറ പള്ളിയിൽ അത് കേട്ടതും അന്ന് രൂപം മാറ്റിയതും അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് കാഞ്ഞങ്ങാട് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനുന്ന അച്ഛനോ തലശ്ശേരി രൂപയുടെ അച്ഛനുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മുതിർന്നവർക്കറിയാൻ കാര്യങ്ങൾ. ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ പണ്ഡിതനായ പാമ്പ്ലാനി പിതാവ് ചെമ്മന്തിട്ടിയിലെ ആ സുവനീറിനകത്ത് എഴുതി, ആ പാപ്പ വിലക്കിയ വിശുദ്ധ ഗണത്തിൽപ്പെട്ട ഒരാളെക്കുറിച്ച് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി. ആ വാക്ക് ഇങ്ങനെയാണ്: വിശുദ്ധനുള്ള വണക്കത്തിന് മങ്ങലേറ്റിട്ടുണ്ട്. തെറ്റിദ്ധാരണയിൽ നിന്നും ഉത്ഭവിച്ച ഈ നിരോധനമാണ് അതിന് കാരണം. ഗലാസിയസ് പാപ്പ തെറ്റിദ്ധാരണ മൂലം ഇത് നിരോധിച്ചുവെന്ന്. അപ്പോൾ ഒരു പാപ്പ നിരോധിച്ച വ്യക്തിയാണെന്ന് നേരിട്ട് അറിയാം. മാർപ്പാപ്പ നിരോധിച്ച തെറ്റിദ്ധാരണ മൂലമാണെന്നും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാർപ്പാപ്പ നിരോധിച്ചത്, അതിനുശേഷവും മാർപ്പാപ്പയെ വിലക്കിയിട്ടുണ്ട്. ഈ ആധുനിക കാലത്ത് പോളാറാൻ മാർപ്പാപ്പയും നിരോധിച്ചു. അത് ഈ മെത്രാൻ്റെ രൂപതയിൽ അന്നത്തെ മെത്രാൻ ഈ നിരോധനം വായിക്കുകയും ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തതാണ്. എന്നിട്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് ഈ വണക്കത്തെ പ്രോത്സാഹിപ്പിച്ചു. അതിന് കാരണം പറഞ്ഞത് തെറ്റിദ്ധാരണ ഉൾപ്പിച്ചതാണെന്ന്. വെറുമൊരച്ഛനെ തൻ്റെ തന്നെ മെത്രാൻ വിലക്കി ആ വിലക്കും അതിനു മുമ്പ് 2 മാർപ്പാപ്പ വിലക്കിയതും അറിയാം. എന്നിട്ടും തെറ്റിദ്ധാരണയിലാണെന്ന് എഴുതി. മാർപ്പാപ്പ വിലക്കിയ വിഷയത്തിൽ കൈവെക്കേണ്ട ആവശ്യമുണ്ട് ഒരു പുരോഹിതന്. അനുസരണമുള്ള ഒരു മാതൃകാ പുരോഹിതനാണെങ്കിൽ മാർപ്പാപ്പയെ വിലക്കിയ വിഷയത്തിൽ, മെത്രാന്മാരെ വിലക്കിയ വിഷയത്തിൽ കൈകടത്തേണ്ട കാര്യമുണ്ടോ? അത് അവർ തമ്മിൽ ചർച്ച ചെയ്യണ്ടേ? മെത്രാന്മാരോട് അത് സംസാരിക്കുക, മാർപ്പാപ്പയ്ക്ക് കത്തെഴുതുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? വിശ്വാസികളെ പരസ്യമായി ധിക്കരിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരണക്കുറവ് ധിക്കാരം തന്നെയല്ലേ? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ. മധ്യകാലത്തെ നിരവധി ദൈവശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട്, വെറും മിത്താണ് ഈ വണക്കം എന്ന് എഴുതിയിട്ടുണ്ട്. ആ വിശുദ്ധനോടുള്ള വണക്കം തെറ്റാണെന്നും ആ വിശുദ്ധൻ മറ്റൊരു ദേവനാണ്, മറ്റൊരു മതത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവനാണ് എന്ന് മധ്യകാലത്തിലെ ദൈവശാസ്ത്രജ്ഞർ പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ന് നമ്മളിപ്പോൾ മധ്യകാലത്തെ ദൈവശാസ്ത്രജ്ഞരെ കുറിച്ച് കേൾക്കണമെങ്കിൽ എത്രയോ പ്രസിദ്ധരായിരുന്നു അവർ. ഈ പ്രധാന പലര് കേരള സഭയിലെ ഒരു ചെറിയൊരു സഭയുടെ പണ്ഡിതൻ നടത്തത്തിലല്ല, ആഗോളതലത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതരായ മധ്യകാലത്തെ ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ 10ഓളം കഴിഞ്ഞിട്ടും അവരുടെ പ്രബോധനങ്ങൾ നിലനിൽക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇപ്പം നമ്മൾ അറിയുന്നത് അവർ എഴുതിയത് ആണ് മറ്റൊരു മതത്തിലെ ദേവനാണ്, സീറോ ഫിനീഷ്യൻ പുരാണങ്ങളിൽ പറയുന്ന ഹോറസ് എന്ന ദേവനാണ്. ഈ ചിത്രവും അവിടെ വണങ്ങപ്പെടുന്നുണ്ട്, ചരിത്രപരമായ ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രധാനം അറിയുകയും ചെയ്യാം. അതിലെന്ത് പരാമർശിക്കുന്നുണ്ട്. മധ്യകാലത്തെ ദൈവശാസ്ത്രജ്ഞർ ഇത് ഇന്ന ദേവനാണെന്ന് എഴുതിയിട്ടുണ്ട് എന്നും ഈ ലേഖനത്തിലുണ്ട്. എങ്കിൽ അത്രമാത്രം പ്രസിദ്ധനും അത്രമാത്രം പണ്ഡിതനാണോ? ചരിത്രത്തിൽ 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നാം ഇപ്പോഴും ബഹുമാനിക്കുന്ന ആ ദൈവശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ തെറ്റാന്ന് പറയാൻ ഈ 10 നൂറ്റാണ്ടിന് ശേഷം വരൊക്കെ ഇങ്ങനെ കഴിയും? ഇത്രയും വൈകിയ ശേഷം ഈ നൂറ്റാണ്ടിൽ പറയുകയാണ് അവരെന്താ പറയുക തെറ്റാണെന്ന്. അതിൽ ഒരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ വിശുദ്ധനെക്കുറിച്ചുള്ള നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. പല രാജ്യത്തും, സ്വീഡനിൽ വേറെ, ഇവിടെ വരെ ഇവിടെ വരെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇവിടെയും നിരവധി ഇങ്ങനെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. ആ കഥകളൊന്നും വിശ്വാസ വിഷയമായി സഭ ഇന്നുവരെ അവതരിപ്പിച്ചിട്ടില്ലാണ്. കാരണം അനേക വിശ്വാസികൾക്കറിയാം ഇദ്ദേഹം ദേവനാണെന്നും നിരവധി രാജ്യങ്ങളിൽ ഇതുമായിട്ട് വന്നിട്ട് കഥകൾ പ്രചരിക്കുന്നുണ്ടെന്നും അത് യാഥാർത്ഥ്യമുണ്ടെന്നും. അതുകൊണ്ടാണ് അത് എഴുതിയത്. ഇനി അത് ഊരാൻ എന്താ വഴി? ഇതൊന്നും സഭ വിശ്വാസ വിഷയമേ അവതരിപ്പിച്ചിട്ടില്ല എന്ന്. ഇപ്പം പള്ളിയിൽ പോകുന്ന, പെരുന്നാളിൽ പോകുന്നവർക്ക് കേൾക്കാൻ വേണ്ടി അച്ഛന്മാർ മധുബഹിന്ന് പ്രസംഗിക്കുന്നത്, ഈ മെത്രാൻ തന്നെ മധുബഹിന്ന് പ്രസംഗിച്ചത് ഈ പുണ്യാളിനെ കുറിച്ച് പ്രസംഗിച്ചു, കഥ പ്രസംഗിച്ചു, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണ്? അതൊന്നും വിശ്വാസ വിഷയമേ അവതരിപ്പിച്ചിട്ടില്ല. പള്ളി പ്രസംഗത്തിൽ പറയുന്നത് വിശ്വാസ വിഷയമല്ല, രാഷ്ട്രീയ വിഷയമാണോ? എന്താണ്, സിനിമാ വിഷയമാണോ? പള്ളി പ്രസംഗത്തിൽ അച്ഛൻ പറയുന്നതൊക്കെ വിശ്വാസ വിഷയം തന്നെ ആയിരിക്കണം. അത് വിശ്വാസ വിഷയമേ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ദൈവശാസ്ത്രം അതിരിക്കുന്ന പല ഘട്ടത്തിൽ വേർതിരിക്കാറുണ്ടല്ലോ. ഇപ്പം മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വമുള്ളത് വിശ്വാസവും സാന്മാർഗവും സംബന്ധിച്ച വിഷയത്തിൽ മാത്രമാണ്. ഇത് സാന്മാർഗ വിഷയമല്ല, ഇത് വിശ്വാസ വിഷയമല്ല എന്നൊക്കെ വേർതിരിക്കാറുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നത് അത്ര അംഗീകരിക്കേണ്ടതല്ലോ എന്നൊക്കെ ചിന്തിക്കാമെന്ന് പറയാറുണ്ട് ചിലർ. എന്നാൽ ഇവിടെ പള്ളി പ്രസംഗത്തിൽ പെരുന്നാളിന് പറയുന്ന, വിശുദ്ധൻ്റെ ജീവചരിത്രം പറയുന്ന കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വിശ്വാസ വിഷയം അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന തന്ത്രപരമുള്ള വാക്കല്ലേ ഇത്. അങ്ങനെ തന്ത്രപരമായിട്ടൊക്കെ സഭയെ ധിക്കരിക്കുകയും ഈ പറഞ്ഞ രീതിയിൽ മാർപ്പാപ്പയെ ധിക്കരിക്കാൻ പരസ്യമായിട്ട് പ്രേരണ നൽകിയതും ഇപ്പോൾ ആ നെസ്തോറിയൻ ആരാധനാക്രമം
പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ അനാഫർ നടപ്പിലാക്കിയതിനെ ന്യായീകരിക്കുകയും നെസ്റ്റോറിയസിനെ തന്നെ ന്യായീകരിക്കുകയും ചെയ്തതും ലോഗോസ് ക്വിസിലെ കുട്ടികൾ വഷളാകാൻ തക്ക രീതിയിലുള്ളത് എതിർത്തിട്ടും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചതും യൂത്തിന് വഴിതെറ്റാൻ സാധ്യതയുള്ള തരത്തിൽ പ്രണയത്തെക്കുറിച്ച് പുസ്തകം എഴുതിയതും ഒക്കെ ചിന്തിച്ചാൽ ഞാൻ ഈ പുസ്തകങ്ങൾ അവലോകനം ചെയ്തിട്ട് ഈ ലേഖനങ്ങൾ അവലോകനം ചെയ്തിട്ട് ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല സാഹിത്യകാരനും പണ്ഡിതനുമാണ്. പക്ഷേ നല്ലൊരു അച്ഛനോ നല്ലൊരു മെത്രാനായി കാണാൻ എനിക്കാവില്ല. അപ്പോൾ വ്യക്തമായിട്ടും സഭയെ ധിക്കരിക്കാൻ പ്രേരിപ്പിച്ചു. മെത്രാന്മാരെയും മാർപ്പാപ്പയും ധിക്കരിക്കാൻ അനുസരണക്കേടിന് ഉതപ്പിന് കാരണമായി ചിന്തിക്കാം. അതൊരു കാര്യം. മറ്റൊന്ന്,